കാണക്കാരി ജെസി കൊലക്കേസിൽ പ്രതി സാമുമായി MG യൂണിവേഴ്സിറ്റിയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. ജെസിയുടെ ഫോൺ ക്യാമ്പസിലെ കുളത്തിൽ ഉപേക്ഷിച്ചെന്നാണ് സാമിന്റെ മൊഴി. ബിന്നിലീല സാബു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബിന്നിൽ, എങ്ങനെയാണ് ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്? എന്തെങ്കിലും ലീഡിലേക്ക് കടക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇവിടെ ട്രാവൽ ആൻഡ് ടൂറിസം ആ വിഭാഗത്തിൽ വിദ്യാർത്ഥി കൂടിയായിരുന്നു പ്രതിയായ സാം കെ ജോർജ്. അങ്ങനെയാണ് വിദേശവരുതിയുമായി ഈ ബന്ധമുണ്ടാകുന്നതൊക്കെ അങ്ങനെയാണ്. ഇവിടെ ജെസിയുടെ ഫോൺ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുള്ള കുളത്തിൽ ഉപേക്ഷിച്ചു എന്നാണ് പ്രതിയുടെ മൊഴി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ നിന്നാണ് ഈ ഫോൺ ഇവിടെ ഉപേക്ഷിച്ചു എന്ന മൊഴി നൽകിയത്. അതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് എത്തി ഇവിടെ ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടത്തുന്നത്. പ്രധാനമായും ഈ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കൊല്ലങ്കോട് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ സ്ക്യൂബ ടീം അടക്കം ഇവിടേക്ക് എത്തി ആ കുളത്തിനുള്ളിലേക്ക് ഇറങ്ങി അതിനെ ആഴങ്ങളിലേക്ക് എത്തി അതിൻ്റെ തിരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത്. എന്തായാലും ഈ കേസിൽ ഇനി കൂടുതൽ കസ്റ്റഡിയിൽ പ്രതിയെ ആവശ്യമില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം കൃത്യമായി തന്നെ തെളിവുകളെല്ലാം ശേഖരിക്കാൻ പോലീസിനായി എന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തതാണ്. തുടക്കത്തിൽ ഇടുക്കി തൊടുപുഴയിൽ നിന്നാണ് ഈ ജെസിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തുന്നത്. ഇതിലേറ്റവും നിർണായകമായത് ഈ വിദേശത്തുള്ള മക്കളുടെ ഒരു സംശയമാണ്. അവർ സ്ഥിരമായി ജെസിയുമായി ഫോണിൽ സംസാരിക്കുമായിരുന്നു. കഴിഞ്ഞ 26-ന് ശേഷം ഫോണിൽ ജെസിയെ ലഭിച്ചില്ല. അതിന് പിന്നാലെയാണ് ഈ കുടുംബത്തിലെ വക്കീലുമായി സംസാരിച്ച് കൊല്ലങ്കോട് പോലീസിൽ വിവരം അറിയിക്കുന്നത്. പിന്നീട് ഇവർ തമ്മിൽ വിവാഹമോചന കേസൊക്കെ ഈ മക്കൾക്കും അതായത് അടുത്ത ബന്ധുക്കൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു പ്രതിയിലേക്ക് സാമിലേക്ക് സംശയം എത്തുകയായിരുന്നു. പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തതാണ് ഈ കൊലപാതകത്തിൽ നയിച്ചതെന്നാണ് നേരത്തെ തന്നെ ഇയാൾ മൊഴി നൽകിയത്. മാത്രമല്ല ഇവർ ഒരു കാണക്കാരിലെ ഇരുനില വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഭർത്താവ് മുകളിലത്തെ നിലയിലും ഭാര്യ താഴെ. അങ്ങനെ ജെസിയും രണ്ടുപേരും കഴിഞ്ഞ കുറേ 15 വർഷം ഇങ്ങനെ അകന്നാണ് കഴിയുന്നത്. അതിനിടെ ചില സ്ത്രീകളുമായി, പ്രത്യേകിച്ച് ഇറാനിയൻ യുവതിയാണ് ഏറ്റവും ഒടുവിൽ ഇയാളുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തത്. അങ്ങനെ ആ സ്ത്രീ വന്നത് ചോദ്യം ചെയ്യുകയും അതിലുള്ള വൈരാഗ്യത്തിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പറയുന്നത്. അതിനുശേഷമാണ് കാറിൽ കയറ്റി മൃതദേഹം ഇടുക്കി തൊടുപുഴയിൽ എത്തിച്ച് അവിടെ ഒരു കൊക്കയിലേക്ക് അവിടെ മറവ് ചെയ്യാൻ ശ്രമിച്ചത്. എന്തായാലും പ്രതിക്കെതിരെ പോലീസ് കൃത്യമായ തെളിവുകൾ തന്നെ ശേഖരിക്കുകയും ചെയ്തതാണ്. നിലവിൽ ഇപ്പോൾ ഈ കുളത്തിൽ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ കുളത്തിൽ ഫോണിനായുള്ള ജെസിയുടെ ഫോണാണ് ഇവിടെ ഉപയോഗിച്ചതെന്നാണ് അയാൾ പറയുന്നത്. കൊണ്ട് തന്നെ ആ ഫോണിനാണ് തെരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത്. അഖില, കാണക്കാരി ജെസി കൊലക്കേസിലാണ് പ്രതി സാമുമായി യൂണിവേഴ്സിറ്റിയിലെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജെസിയുടെ ഫോണ് ക്യാമ്പസിലെ കുളത്തിൽ ഉപേക്ഷിച്ചെന്നാണ് സാമിന്റെ മൊഴി. അങ്ങനെയാണ് പരിശോധന പുരോഗമിക്കുന്നത്. ബിന്നിലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.